ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. വൃഷഭ മോഹൻലാൽ ചിത്രത്തിൻ്റെ ആദ്യ പ്രതികരണങ്ങൾ പുറത്തു വരുമ്പോൾ സിനിമയ്ക്ക് പ്രതീക്ഷിച്ച രീതിയിലുള്ള ആ ഒരു റിവ്യൂ തന്നെയാണ് പുറത്തു വരുന്നത്. ശോകം എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനകത്തിൽ ആകെ ഒരു ഹൈലൈറ്റ് അല്ലെങ്കിൽ ഹെവി സംഭവം മാത്രമേ ഉള്ളൂ. മോഹൻലാൽ തെലുങ്ക് സിനിമയിൽ ചെല്ലുമ്പോൾ മോഹൻലാൽ എന്ത് അത് മാത്രം അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അത് തന്നെ മോഹൻലാലിന് പൂർണ്ണമായും ചെയ്യാനും കഴിയാത്ത തരത്തിലുള്ള ഒരു സിനിമ. ഏറ്റവും വലിയ ഒരു നെഗറ്റീവായി സിനിമയുടെ തിരക്കഥ തന്നെയാണ്. പിന്നീട് സെറ്റ് ഇട്ടേക്കുന്നത് അത് തീർച്ചയായും നമുക്ക് കാണുമ്പോൾ അറിയാം. പണ്ടത്തെയൊക്കെ സിനിമകൾ കാണുമ്പോൾ ആ കാലത്തിൽ ആർക്കും തോന്നിയിട്ടില്ല, ഇന്ന് കാണുമ്പോൾ അത് സെറ്റാണെന്നുള്ളത്. ഇപ്പോൾ ഈ സിനിമ കാണുമ്പോഴും അതേ ഫീൽ തന്നെയാണ്. മുഴുവൻ സെറ്റ് ഇട്ടേക്കാണെന്നുള്ളത് തോന്നും. അതും വെറുതെ സെറ്റ് എന്ന് തന്നെ തോന്നുന്ന കാര്യം. അത് തന്നെയാണ് ഏറ്റവും വലിയ നെഗറ്റീവ്. കഥയ്ക്ക് പ്രത്യേകിച്ച് വലിയ ഹോൾഡും കാര്യങ്ങളും ഒന്നുമില്ല. മോഹൻലാൽ നന്നായി ചെയ്തിട്ടുണ്ടെങ്കിലും ബാക്കി എല്ലാവരും നല്ല ലെവലിലുള്ള വെറുപ്പിക്കൽ തന്നെ എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. മലയാളത്തിൽ നമുക്കറിയാം എന്തുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് അത്രത്തോളം അല്ലെങ്കിൽ വേൾഡ് വൈഡ് ആയിട്ട് സിനിമയ്ക്ക് അത്രത്തോളം ആളുകളില്ലാത്തതെന്ന് തോന്നിയാൽ അവർക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഇത് അത്ര ഗംഭീരമാകില്ല അല്ലെങ്കിൽ നല്ലതാകില്ല എന്നുള്ളത്. ഇവിടെ ബി ജി എമ്മും കാര്യങ്ങളും എല്ലാം തന്നെ ശോകമായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. പ്രത്യേകിച്ച് VFX ഒക്കെ വളരെ ശോകമെന്ന് തന്നെയാണ് പറയാനുള്ളത്. മോഹൻലാൽ ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്യുന്നത് നിർത്തുക എന്നുള്ളതാണ്. ഒരുപക്ഷെ വമ്പൻ ബഡ്ജറ്റിൽ ഒരു മലയാള സിനിമയേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റിൽ പ്രവർത്തിച്ചിരിക്കുന്ന ഒരു നടൻ മോഹൻലാൽ തന്നെയാണ്. അതിൻ്റെയൊക്കെ നല്ലരട്ടി അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ വലിയ അതിന് മുകളിൽ നിൽക്കുന്ന ബഡ്ജറ്റിൽ വന്ന ചിത്രമാണ്. പൂർണ്ണമായും ഈ ഒരു സിനിമ ശോകമാണ്. ഫസ്റ്റ് ഹാഫ് വളരെ ശോകമായിരുന്നു. പ്രതീക്ഷ അതിൻ്റെ ഇൻ്റർവെല്ലായിരുന്നു. പിന്നീട് അങ്ങോട്ട് എന്തെങ്കിലും ആകുമോ എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഹാഫിനേക്കാളും ബെറ്ററാണ് സെക്കൻഡ് ഹാഫ് എന്നുള്ളതല്ലാതെ വേറെ ഒന്നും തന്നെ ഇല്ല. ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഒരു രാജകീയമായിട്ടുള്ള സംഭവങ്ങളൊക്കെ മോഹൻലാൽ ഫോട്ടോ കാണുമ്പോൾ നന്നായിരിക്കുമെന്നുള്ളത്. അതും എത്തിയില്ല എന്നുള്ളത്. മോഹൻലാലിന് ഈ രാജകീയ വേഷങ്ങൾ ചേരില്ല എന്ന് വീണ്ടും തെളിയിക്കുകയാണ്. നമുക്കറിയാം അങ്ങനെ വരുന്ന വേഷങ്ങളിലൊന്നും തന്നെ അദ്ദേഹത്തിന് കരകയറാൻ കഴിയാറില്ല എന്നുള്ളത്. ഇവിടെ നമ്മൾ കണ്ടതാണ് ആ കാര്യങ്ങളെല്ലാം. ഇവിടെ അന്യഭാഷയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ നടന്മാരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു അഭിനയം തന്നെ മോഹൻലാൽ കാഴ്ചവെച്ചു. പക്ഷേ ഈ സിനിമയ്ക്ക് അതുകൊണ്ടും ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ടോട്ടലി പറയുകയാണെങ്കിൽ സിനിമ പക്ക ശോകം ആയിട്ടുള്ള സംഭവം തന്നെയാണ്. തെലുങ്കിൽ കത്തിയാൽ മതിയായിരുന്നു എന്നുള്ളത് മാത്രമാണ്. ഇനിയും അവരുടെ ഒരു വ്യൂവിൽ എങ്ങനെയായിരിക്കാം ഈ സിനിമ പോകുന്നത് എന്നുള്ളതാണ്. കാത്തിരിക്കാം. നിങ്ങൾ ആരെങ്കിലും ഈ സിനിമ കണ്ടവരാണെങ്കിൽ ഒന്ന് നിങ്ങളുടെ കമൻറ്റ്സ് പറയാം. ഫസ്റ്റ് ഹാഫ് പോലെ തന്നെ നിരാശ